ചക്കയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത വരിക്കച്ചക്ക നന്നാക്കി വെച്ചിരിക്കുകയാണ്. 30 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. ഓൾറെഡി പഴുത്തിരിക്കുന്നത് കൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കാൻ കഴിയും. മറയൂർ ശർക്കര ചീകി വെച്ചിരിക്കുന്നതാണിത്. ആദ്യം തന്നെ ഇതേമാതിരി ചീകി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല. ഇവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ചക്കയുടെ പൾപ്പ് ഓൾറെഡി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ശർക്കര പാവ് ഒരുപാട് വെള്ളം ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷൻ മാറിപ്പോവും. ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ അരിമാവിനേക്കാൾ കൂടുതൽ നിൽക്കേണ്ടത് ചക്കയുടെ പൾപ്പാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഒരു നൂൽ പാകമൊന്നും ആകണ്ട, ഇതേമാതിരി വെറുതെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതൊന്ന് അരിച്ചെടുക്കണം. കരടും കല്ലും ഒക്കെ പോകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റീൽ സ്ട്രെയിനറിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഒരു കടായി ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് തിൻ പീസസ് ആയിരിക്കണം, കട്ടി ഉണ്ടാകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുവാണെങ്കിൽ എല്ലാം ഒരേമാതിരി വറുത്തെടുക്കാൻ കഴിയും. ഇതേമാതിരി ഇനി അത് നെയ്യിൽ നിന്നും എടുത്തു മാറ്റാം. ഒരു വലിയ പാത്രത്തിലേക്ക് ചക്കയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. കുഴയ്ക്കാനുള്ള സൗകര്യത്തിനാണ്. വറുത്ത പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ അടുത്തതായി ഇട്ട് കൊടുക്കണം. കുറച്ച് നെയ്യ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങ കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട്. വെറുതെ ഇട്ട് കൊടുത്താൽ മതി, അരയ്ക്കൊന്നും വേണ്ട. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ശർക്കര പാവ് കൂടി ഒഴിച്ചു കൊടുക്കണം. ശർക്കര പാവ് ഒറ്റയടിക്കങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായി ഒഴിച്ച് കുഴച്ചെടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറച്ചു നേരം കൈ കൊണ്ടും കുഴച്ചു കൊടുക്കണം. ചെറുതായിട്ട് അയഞ്ഞ കൺസിസ്റ്റൻസിയിലാണ് ഈ മിക്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്നറിയാവോ? മാവ് കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ അടയും ഹാർഡായി പോവും. ഇനി പരത്തിയെടുക്കാം. വാഴയില ഞാനിവിടെ വാട്ടി വെച്ചിരിക്കുകയാണ്. വാട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബ്രേക്കായി പോവും. ഇലയുടെ പുറംഭാഗമാണിത്. അകത്താണ് ഫില്ലിംഗ് വെക്കേണ്ടത്. ഇലയുടെ സൈസ് അനുസരിച്ചാണ് ഫില്ലിംഗ് വെക്കേണ്ടത്. ഇനി ആ ഇല ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാവ് പരന്ന് കിട്ടും. ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുത്തു. ഇനി സ്റ്റീം ചെയ്യാം. ഇഡ്ലി ചെമ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. പരത്തിയ അടയെല്ലാം അതിലേക്ക് എടുത്ത് വെച്ചിട്ട് അടച്ചു വെക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് 25 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. അത് ഓപ്പൺ ചെയ്യാം. നല്ല കലക്കൻ ചക്കയുടെ ഇരിക്കുന്നത് കണ്ടോ? ഒരു സ്പൂൺ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഈ ചക്കയട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.